ഞാനത് കണ്ടപ്പോൾ ഒരു മനുഷ്യനല്ലേ ഇതൊക്കെ അനുഭവിക്കണേ. എല്ലാ സുഖത്തിൽ നിന്നും നമ്മളൊക്കെ വീട് മാറി നിൽക്കുന്നവരാണ്, വീട്ടുകാരെ മിസ് ചെയ്യാറുണ്ട്. അതൊക്കെ സിമ്പിൾ മിസ്സിങ്, ഇങ്ങനെ ഒന്നും സ്ട്രഗിൾ ഇല്ല. പക്ഷേ ഒരു നേരം ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഭയങ്കര മാനസിക വിഭ്രാന്തിയാണ്. അവരൊക്കെ അനുഭവിച്ചതിൻ്റെ ഞാൻ ഓരോ സെക്കൻഡും ഇല്ലേ അവരായിട്ട് ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പറ്റുണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ അത്രയും നേരം കരഞ്ഞത്. പൃഥ്വിരാജ് എന്നൊരു ആക്ടറെക്കാളും ആ ക്യാരക്ടറിനെയാണ് എനിക്ക്, നജീബ് എന്നൊരു ക്യാരക്ടറിനെ ശരിക്കും നമുക്ക് ഒരു കണക്ഷൻ അവിടെ കിട്ടിയിട്ടുണ്ട്. നോവലിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ടെന്നുള്ളതാണ് തോന്നിയത്. പൃഥ്വിരാജ് എന്നുള്ള നടൻ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി നടൻ എന്നുള്ള നിലയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. കൂടുതൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല, എൻ്റെ കണ്ണീരാണ് എനിക്ക് പറയാനുള്ള കാര്യം. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു സെക്കൻഡ് ഹാഫാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. കാര്യം നമ്മളെ കുറച്ചുകൂടി ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം അതായിരുന്നു. എനിക്ക് ഒരു സാധാരണക്കാരൻ്റെ ജീവിതമാണ് ശരിക്കും എന്നാ ഒരു ഓസ്കാർ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഹൈ സ്റ്റാൻഡേർഡ് പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ ഒരു സാധാരണക്കാരൻ്റെ ജീവിതം അതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ടെന്നായിട്ട് എനിക്ക് തോന്നി. ഒരു പൃഥ്വിരാജ് എന്നൊരു ആക്ടറെക്കാളും ആ ക്യാരക്ടറിനെയാണ് എനിക്ക്, നജീബ് എന്നൊരു ക്യാരക്ടറിനെ ശരിക്കും നമുക്ക് ഒരു കണക്ഷൻ അവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ 100% കൊടുത്തൊരു പടം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ഓസ്കാർ വിന്നിങ് ചാൻസ് കാണാം, നല്ല പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നോവലിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ടെന്നുള്ളതാണ് തോന്നിയത്. പൃഥ്വിരാജ് എന്നുള്ള നടൻ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി നടൻ എന്നുള്ള നിലയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. പിന്നെ ഇതിൽ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാ താരനിരകളാണെങ്കിലും അവർ എടുത്ത എഫേർട്ടും അതിലേക്ക് കൊടുത്തിരിക്കുന്ന കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന രീതിയും എല്ലാം സിനിമ കാണുന്ന ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയും. വളരെ സന്തോഷമുണ്ട്, കണ്ടതിൽ വളരെ സംതൃപ്തിയുണ്ട്. കുറിച്ചിട്ട് ബ്ലസ്സി സാർ ശരിക്കും എനിക്കൊരു ഫാദർലി ഫിഗറാണ്. എപ്പോഴും സാറിൻ്റെ മകൻ്റെ വയസ്സ് തന്നെ എനിക്കും അഖിലിൻ്റെ വയസ്സാണ്. അപ്പോൾ സാറ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ സാറ് എനിക്ക് തന്ന കെയറും പാമ്പറിങ്ങും അതിൻ്റെ മെൻ്റൽ സപ്പോർട്ടായിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് എപ്പോഴും തന്നിട്ടുണ്ട്. ആൻഡ് ബ്ലസ്സി ആസ് എ ഫിലിം മേക്കർ നമുക്കറിയാം എപ്പോഴും ടൈറ്റിൽ കാർഡിൽ അവസാനം ഫിലിം ഡയറക്റ്റഡ് ബൈ ബ്ലസ്സി എന്ന് പറയുമ്പോൾ ഒരു നനവോടെ അല്ലാണ്ട് നമുക്ക് തിയേറ്റർ വിട്ട് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ആ മാജിക്ക് ഒന്നും കൂടി മടങ്ങി വന്നു എന്നാണ് റസിസാഡ്. ആ മാജിക്ക് ഒന്നുകൂടി മടങ്ങി വന്നിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഓഡിയൻസാണ് പറയേണ്ടത്. 2017 ഓഡീഷൻ നടത്തിയിട്ട് 2017 എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാൻ കോളേജ് ഫസ്റ്റ് ഇയർ ആണ്. ഇപ്പോൾ 24 വയസ്സ്. ഈ ഒരു കഥാപാത്രം അവതരിപ്പിക്കുമ്പോൾ ഹക്കീമിനായിട്ടുള്ള കുറേ ചലഞ്ചസ് ഉണ്ട്. ഫിസിക്കലായിട്ട് അവൻ ആദ്യം പോകുമ്പോൾ നോവൽ തന്നെ പറയുന്നുണ്ട്, പ്രായത്തിനൊത്ത ആരോഗ്യമുള്ളവൻ എന്ന് നോവൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു രീതിയിലേക്ക് എത്താൻ വേണ്ടി കഴിച്ച് തടിച്ചു. പിന്നെ ആ ഒരു 3 കൊല്ലത്തെ ട്രാൻസ്ഫോർമേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് രാജുവേട്ടനൊക്കെ നടത്തിയതുപോലത്തെ ഒരു ഡയറ്റ് ഞാൻ എടുത്തു. ആൻഡ് അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഇവിടെ തിയേറ്ററിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് സിനിമയായിട്ട്. പക്ഷേ ഈ സിനിമ കാണുന്നതിന് മുന്നേ ഇൻ്റർവ്യൂ കേൾക്കുമ്പോഴൊന്നും നമുക്ക് അത്രയും ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ എന്തോരം സുഖത്തിലും സൗകര്യത്തിലായിരിക്കും ഇപ്പോൾ ജീവിക്കേണ്ടാവുക. സീരിയസ്ലി ഒരു തുള്ളി വെള്ളത്തിൻ്റെ വില പോലും ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവില്ലേ? അത്രയേ ഉള്ളൂ. എന്താ പറയുക, ഒരു സംവിധായകൻ്റെ അങ്ങേയറ്റം, ഒരു നടൻ്റെ അങ്ങേയറ്റം, അതിലുള്ള എല്ലാവരും, മ്യൂസിക്കൊക്കെ, പിന്നെന്താ പറയണ്ടേ, ആ ദൃശ്യം എല്ലാം നമ്മളല്ലെങ്കിലും വണ്ടറടിച്ചിരുന്നില്ല. എനിക്ക് ലാഗ് ഒന്നും ഫീൽ ചെയ്തില്ല. എനിക്ക് ഫസ്റ്റ് ഹാഫ് തീർന്ന പോലും ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല. നമുക്ക് ബ്ലസ്സി സാറിൻ്റെ പടമാകുമ്പോൾ ചിലപ്പോൾ ലാഗൊക്കെ നമ്മൾ പ്രതീക്ഷിക്കായിരുന്നു, പക്ഷെ അതൊന്നുമില്ല. ഭയങ്കര സന്തോഷം. ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല കേട്ടോ. പേഴ്സണലി ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല. പിന്നെ ഈ സിനിമ ഇറങ്ങുന്നുണ്ടെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ പിന്നെ ബുക്ക് വായിച്ച് കൺവേർട്ട് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് സിനിമ കാണാൻ വെയിറ്റ് ചെയ്യായിരുന്നു, ആ ഒരു അനുഭവം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നാൽ പോലും ഞാനിതൊന്നും അറിയാതെ സിനിമ കണ്ട ഒരാളാണ്. പുള്ളിക്ക് അത് എനിക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റണമെങ്കിൽ അതല്ലേ ഒരു സംവിധായകൻ്റെ ഏറ്റവും വലിയ കാര്യം. പിന്നെ ഹക്കീമിൻ്റെ സീനിലൊക്കെ ബുക്ക് വായിച്ചവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹക്കീമിൻ്റെ സംഭവമൊക്കെ. പക്ഷേ ഞാനത് കണ്ടപ്പോൾ ഒരു മനുഷ്യനല്ലേ ഇതൊക്കെ അനുഭവിക്കണേ. എല്ലാ സുഖത്തിൽ നിന്നും നമ്മളൊക്കെ വീട് മാറി നിൽക്കുന്നവരാണ്, വീട്ടുകാരെ മിസ് ചെയ്യാറുണ്ട്. അതൊക്കെ സിമ്പിൾ മിസ്സിങ്, ഇങ്ങനെ ഒന്നും സ്ട്രഗിൾ ഇല്ല. പക്ഷേ ഒരു നേരം ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഭയങ്കര മാനസിക വിഭ്രാന്തിയാണ്. അവരൊക്കെ അനുഭവിച്ചതിൻ്റെ ഞാൻ ഓരോ സെക്കൻഡും ഇല്ലേ അവരായിട്ട് ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പറ്റുണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ അത്രയും നേരം കരഞ്ഞതും ഒക്കെ ആയതും. അത്രേ ഉള്ളൂ. ഞാൻ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ കണ്ണീരാണ് എനിക്ക് പറയാനുള്ള കാര്യം. കാരണം എന്ന് വെച്ചാൽ ടച്ച് ചെയ്ത സാധനം നമുക്ക് ഹൃദയത്തിൽ തൊട്ടല്ലേ വിഷമം വരുള്ളൂ. അത്രേ ഉള്ളൂ, ഹൃദയത്തിൽ തൊട്ടു. ഇത് സിനിമയിൽ പറയുന്ന പോലെ ഒരു നജീബിൻ്റെ മാത്രം കഥയല്ല, അനേകായിരം കഷ്ടപ്പെടുന്നവരുടെ കഥ ലോകത്തിൻ്റെ മുമ്പിൽ എത്തിക്കാനുള്ള ഒരു വലിയ തീക്ഷ്ണമായ ശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ സിനിമയിലൂടെ
നടത്തിയിട്ടുള്ളത്. ബ്ലസ്സിക്ക് ഒരു വലിയ ബിഗ് സല്യൂട്ട്, ഒരു കെട്ടിപ്പിടുത്തം, ഒരു ഉമ്മ. താങ്ക് യു. ഇതൊരു ഡെഫിനറ്റ്ലി ഒരു വൺസ് എപ്പോഴും വരുന്ന പോലത്തെ ഒരു സിനിമയല്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്, ബിഗ് സ്ക്രീനിൽ തന്നെ കാണേണ്ട സിനിമയാണ്. കാരണം അത് ലാർജ് സ്കെയിൽ ക്യാൻവാസിന് വേണ്ടി ഷൂട്ട് ചെയ്തതാണ്. ഞാനിതിൻ്റെ ഒരു ഭാഗമാണ്, ഞാനിതിലെ VFX സൂപ്പർവൈസറാണ് ഈ പ്രോജക്റ്റിൻ്റെ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് എക്സ്പീരിയൻസും ഭയങ്കര അടിപൊളിയായിരുന്നു. ആ എക്സ്പീരിയൻസ് ഈ സ്ക്രീനിൽ വരുന്ന ആൾക്കാർക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എല്ലാവരും തിയേറ്ററിൽ തന്നെ ഇതൊന്ന് കാണണം, കാരണം ഇത് മസ്റ്റായിട്ട് ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മൂവിയാണ്. പേഴ്സണലി ഞാൻ ബുക്ക് വായിച്ച ഒരാളല്ല, ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റാണ് വായിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് ഒരു ബ്ലസ്സി സാറിൻ്റെ ഒരു വേർഷൻ ഓഫ് ആടുജീവിതമാണ്. ഇത് ബുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് പുള്ളിയുടെ ഒരു വിഷനാണ്. ആടുജീവിതം എന്നുള്ളൊരു സ്റ്റോറിയുടെ പുള്ളിയുടെ വേർഷനായിട്ടാണ് ഇത് കാണേണ്ടത്. അങ്ങനെ തന്നെ ഇത് കാണാൻ പാടുള്ളൂ. പ്രിൻസ്, ഞാൻ ഈ പടത്തിൻ്റെ വൺ ഓഫ് ദി പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ഓക്കെ, കഴിഞ്ഞ ഒരു 6 തൊട്ട് 7 വർഷമായി ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ കൂടെ അജയൻ്റെ 2ാം മോഷണം ഉണ്ടായിരുന്നു, അതും ഓണം റിലീസാണ്. അത് ഇൻ ബിറ്റ്വീനിൽ ഈ 2 പടങ്ങളാണ് ചെയ്യാനുള്ള ഇതുള്ളൂ, കാരണം ഫുൾ ടൈം നമ്മൾ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രേക്ഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനേ കരഞ്ഞു. ഞാൻ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് എനിക്ക് വന്ന എൻ്റെ ഇപ്പുറത്തിരുന്നൊരു സ്ത്രീ, റൈറ്റ് സൈഡിലിരുന്ന എൻ്റെ വൈഫാണ്. അതിൻ്റെ അപ്പുറത്തിരുന്ന മീൻസ് നമ്മുടെ ബ്രദറിൻ്റെ ഇതാണ്, വൈഫാണ്. എല്ലാവരും ഞാൻ നോക്കുമ്പോൾ ആണുങ്ങളടക്കം കരയുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആകാശദൂത് എന്ന സിനിമയ്ക്ക് ശേഷം ഇത്രയും പ്രേക്ഷകർ തിയേറ്ററിൽ ഇരുന്നിട്ട് ഒരു 3 സീൻ കഴിയുമ്പോൾ ഇങ്ങനെ കരയണമെങ്കിൽ അതെന്തോരം ഹാർട്ട് ടച്ച് ആകുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുള്ളൂ. അതെ, പണ്ട് ആകാശദൂതിന് കൊടുത്തില്ല, തുവാല കൊടുക്കേണ്ടി വരും. ഇല്ല, ഇനി അടുത്ത ഷോയ്ക്ക് വരുന്നവർ തുവാല കരുതുന്നതും വളരെ നല്ലതായിരിക്കും ഇനി മുതലുള്ള ഷോ. കാരണം ഇനി എന്തായാലും നിങ്ങൾക്കറിയാലോ, പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഇതിനി മുമ്പോട്ട് വന്നപ്പം വരുമ്പോൾ എല്ലാവരും ഓരോ തുവാലകളെ കൊണ്ടിരുന്ന വളരെ നന്നായിരിക്കും. പിന്നെ ഇത് ഈ കരഞ്ഞ പോലെ തന്നെയാണ്, കാരണം നമ്മൾ ഇതിനകത്ത് കോവിഡിൻ്റെ സമയത്ത് ഞങ്ങളവിടെ പെട്ടു. ഇതിനേക്കാളും മറ്റേ ഏത് സിനിമയ്ക്കകത്ത് തുടർന്നില്ലേ, ഇതൊക്കെ എന്തോന്ന് കരച്ചിൽ, ഞങ്ങൾ ഇതിനേക്കാളേറെ കരഞ്ഞു പോയൊരവസ്ഥയിൽ വന്നാണ്. കാരണം സാറ് 10-16 വർഷത്തെ കേസുണ്ട്. അതിന് ബാക്കിയുള്ള ക്രൂ എല്ലാം ഞങ്ങൾ 10-12 ഇല്ലെങ്കിൽ 8 വർഷത്തെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളവിടെ വന്ന് കോവിഡിന് പെട്ടുപോയ അവസ്ഥകൾ വന്നിട്ടുണ്ട്. ഷൂട്ടിങ് പല സമയത്ത് തടസ്സപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഈ നിങ്ങൾ കണ്ട സാൻഡ്സ്റ്റോമൊക്കെ ഒറിജിനൽ ഞങ്ങൾ ഒരുപാട് ആ സിനിമയ്ക്കകത്ത് അനുഭവിച്ചാണ്. കാരണം നമുക്ക് വണ്ടിയുടെ ഗ്ലാസ് തുറക്കാൻ പോലും പറ്റാത്ത ലെവലിൽ സാൻഡ്സ്റ്റോം വന്നിട്ടുണ്ട്. മീൻസ് അങ്ങനത്തെ ഒരുപാട് കഷ്ടപ്പാടുകളിലാണ് ഈ സിനിമ വന്നത്. പിന്നെ സാറാണ് എല്ലാം. The thing that attracted me the most is the fact that it was based on a real story. You know, when you do any kind of project based on a real story, then the message is a lot stronger, a lot deeper, a lot richer. So that attracted me. And then when I realized the character that I was going to play, that also was quite attractive, because you know, essentially I'm playing the hero's helper. You know, the angel, the God-sent kind of character, almost like a Moses-like. And for an actor, it's always interesting to play these characters. Challenging, yeah, of course, because you know it's a group of guys that I don't know, cast and crew. It's a language that I don't know. I had to speak Arabic in the movie. And but at the same time, as an actor, that's what you do. You know, you wear your professional vest and you portray whatever role that you need to portray. And in this case of The Goat Live, it was such a pleasure to portray Ibrahim Kadri, because you know, it was an amazing experience altogether.